മോദി ബിൽഗേറ്റ്സ് അഭിമുഖത്തിന് സംപ്രേഷണ അനുമതിയില്ല. അഭിമുഖം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൌദ്യോഗികമായി അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ ധനസുമോദ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിലപാട് സ്വീകരിക്കുകയാണോ? ഒപ്പം ഈ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മോദി ബിൽഗേറ്റ്സിനുള്ള സംപ്രേഷണ അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. ഇത് ഔദ്യോഗികമായി ഒരു ഇമെയിൽ ചെയ്യുകയല്ല. സാധാരണ ഒരു നിഷേധിക്കുമ്പോൾ പ്രസാർ ഭാരതിക്ക് അങ്ങനെ ഔദ്യോഗികമായി ഇമെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു അനൌദ്യോഗികമായിട്ട് തന്നെയാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. ഈ 45 മിനിറ്റ് നീളുന്ന ഈ സംപ്രേഷണം ചെയ്യരുത്, ഈ പരിപാടി സംപ്രേഷണം ചെയ്യരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാര്യം ഈ സംപ്രേഷണം ചെയ്യപ്പെട്ടാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും, ആ തരത്തിലുള്ള ഒരു പരാതി ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം മാർച്ച് 29 നടത്തിയ ഈ അഭിമുഖത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഒരു ഇന്റർനെറ്റ് സ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ എല്ലാം നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു 10 വർഷത്തിൽ എടുത്ത് 10 വർഷത്തിനുള്ളിൽ തന്നെ സ്ഥാപിച്ച് കഴിഞ്ഞു. AI-യുടെ സാധ്യതകൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. തുടങ്ങിയ പല കാര്യങ്ങളും പറയാതെ പറയുന്നത് തന്നെ തന്റെ ഭരണ നേട്ടം തന്നെ ഉയർത്തിക്കാട്ടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംപ്രേഷണം നടത്തിയാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ അനൌദ്യോഗികമായി തന്നെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യരുത് എന്ന് പ്രസാർ ഭാരതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ദൂരദർശനും ആകാശവാണിയിലും ഇക്കാര്യത്തിൽ ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത് തടയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.